കണ്ണൂർ വളപട്ടണം പോലീസ് സ്റ്റേഷനിൽ വിജിലൻസ് റെയ്ഡ്. മണൽക്കടത്തുമായി ബന്ധപ്പെട്ടാണ് പരിശോധന എന്നാണ് സൂചന. മണൽക്കടത്തിന് പോലീസ് ഉദ്യോഗസ്ഥർ കൂട്ടുനിൽക്കുന്നുവെന്ന പരാതി ഉയർന്നിരുന്നു. അർജുൻ കല്യാട് വിശദാംശങ്ങളുമായി. അർജുൻ, എന്തൊക്കെയാണ് കൂട്ടിച്ചേർക്കാനുള്ളത്? നികേഷ്, അല്പസമയത്തിന് മുമ്പാണ് വിജിലൻസിന്റെ 4 അംഗ സംഘം കണ്ണൂർ വളപട്ടണം പോലീസ് സ്റ്റേഷനിൽ പരിശോധനയ്ക്ക് വേണ്ടി എത്തിയിട്ടുള്ളത്. മണൽക്കടത്തുമായി ബന്ധപ്പെട്ടുകൊണ്ട് പോലീസ് ഉദ്യോഗസ്ഥർ കൂട്ടുനിൽക്കുന്നുവെന്ന് പരാതി ഉയർന്നിരുന്നു. മുൻപും സമാനമായ രീതിയിലുള്ള പരാതികൾ ഉണ്ടായിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിലാണ് വിജിലൻസ് സംഘം ഈ വളപട്ടണം പോലീസ് സ്റ്റേഷനിൽ പരിശോധന നടത്തുന്നത് എന്നാണ് ലഭ്യമായിട്ടുള്ള സൂചന. എന്തായാലും പോലീസ് ഉദ്യോഗസ്ഥരോട് ഇപ്പോൾ വിജിലൻസിന്റെ ഈ സംഘം കാര്യങ്ങൾ ചോദിച്ചറിയുകയും പോലീസ് സ്റ്റേഷനിൽ നിന്ന് വിവിധ രേഖകൾ പരിശോധിക്കുകയും ചെയ്യുന്നുണ്ട്. 4 അംഗ സംഘമാണ് ഈ വിജിലൻസിന്റെ ഈ പരിശോധനാ സംഘത്തിലുള്ളത്. ഇപ്പോൾ പോലീസ് സ്റ്റേഷനകത്ത് ഈ സംഘാംഗങ്ങൾ പോലീസ് ഉദ്യോഗസ്ഥർ SIയും CI ഉൾപ്പെടെയുള്ളവരോട് കാര്യങ്ങൾ ചോദിച്ചറിയുകയും അവരുടെ പക്കലുള്ള രേഖകൾ പരിശോധിക്കുകയും ചെയ്യുന്നുണ്ട്. സമാനമായ രീതിയിൽ തന്നെ മണൽക്കടത്തുമായി ബന്ധപ്പെട്ടുകൊണ്ട് മുൻപും ഇത്തരത്തിൽ പരാതികൾ ഉയർന്നിരുന്നു. വർഷങ്ങൾക്ക് മുമ്പ് തന്നെ സമാനമായ രീതിയിൽ തന്നെ പരാതികൾ ഉയർന്നൊരു സാഹചര്യം ഉണ്ടായിരുന്നു. അന്നും ഇത്തരത്തിൽ വിജിലൻസിൻ്റെയും അത്തരത്തിലുള്ള പരിശോധനകൾ മുൻപ് ഈ സ്റ്റേഷനിൽ തന്നെ നടക്കുകയും ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അത്തരത്തിലുള്ള ഒരു പരിശോധനയാണ് ഇവിടെ നടക്കുന്നതെന്നാണ് സൂചന. എന്തായാലും 4 അംഗ സംഘം ഇപ്പോൾ പോലീസ് സ്റ്റേഷനകത്ത് പരിശോധനകൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഏതെങ്കിലും തരത്തിലുള്ള രേഖകൾ പിടിച്ചെടുക്കുകയോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള കാര്യങ്ങളൊന്നും തന്നെ നമുക്ക് ഔദ്യോഗികമായിട്ടുള്ള വിവരങ്ങളില്ല. എന്തായാലും ഈ 4 അംഗ വിജിലൻസ് സംഘം സ്റ്റേഷനകത്ത് പരിശോധനകൾ നടത്തിക്കൊണ്ടിരിക്കുന്നു, രേഖകൾ പരിശോധിക്കുന്നുണ്ട്. അതുപോലെ തന്നെ CIയും SIയും ഉൾപ്പെടെയുള്ള ഉന്നതമായിട്ടുള്ള വളപട്ടണം സ്റ്റേഷനിലെ ഉന്നതരായിട്ടുള്ള പോലീസ് ഉദ്യോഗസ്ഥരോടും കാര്യങ്ങൾ കൃത്യമായ ചോദിച്ച് മനസ്സിലാക്കുകയും അത്തരത്തിൽ അവരെ മൊഴിയെടുക്കുകയും ചെയ്യുന്നുണ്ട്. നികേഷ്.